മുഷിഞ്ഞ തുണിയൊക്കെ ഇവിടെ ഇടരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഞാൻ താഴത്തെ വീട്ടിൽ കൊണ്ടിടാം. അതങ്ങോട്ട് മാറ്റിയിട്ടാ എന്താ കുഴപ്പം? തിന്നത് അവിടെ, അലക്കാനുള്ളത് അതവിടെ. നേതാക്കന്മാരുണ്ട്, കൂടിയ ഫോണും പോക്കറ്റ് വെച്ചങ്ങ് നടന്നോളൂ. വിളിച്ചാ ഫോൺ എടുക്കത്തുമില്ല. ഇന്നലെ മുതൽ വിളിക്കാൻ തുടങ്ങിയതാണ്. അയാൾക്ക് ഫോൺ എടുക്കാൻ എന്താ ഒരു കുഴപ്പം? എനിക്കാണെങ്കിൽ വിളിച്ച ഫോൺ എടുക്കാത്ത ആൾക്കാരെ കണ്ടേ കൂടാ. ഇയാൾക്ക് എന്തൊരു ഫോൺ കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ഞാനേ വല്ല പറഞ്ഞ കൂടി പോകും. എന്തെങ്കിലും തേനിച്ചുത്തിയാലിരിക്കണേ, തേനിച്ചുത്തിയ പോലെ ഇരിക്കണേ. എന്താ മുഖം ഇങ്ങനെ? അത് എന്റെ സ്വകാര്യങ്ങൾ, അതിൽ ഇപ്പൊ നീ ഇടപെടേണ്ട കാര്യമല്ല. എന്ത് സ്വകാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പാർട്ടി സംബന്ധമായ എന്റെ സ്വകാര്യ വിഷയങ്ങൾ. ഓ, അത് പറഞ്ഞാൽ നിനക്ക് പരിഹാരം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല നേതാവേ, എനിക്ക് പരിഹാരം കാണിച്ചു തരാൻ പറ്റില്ല. ഒരുത്തനെ ഇന്നലെ മുതലേ വിളിക്കുകയാണ്. ഒന്ന് ഫോൺ എടുത്ത് എന്താ കുഴപ്പം? പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവാ. അല്ല, എന്തിനിപ്പ നേരം വിളിക്കാൻ അയാളെ വിളിച്ചോണ്ടിരിക്കണേ? വല്ലയിടത്തും കിടന്ന് ഉറങ്ങായിരിക്കും. ക്ലീറ്റോനെ ഉറക്കമില്ല. പറഞ്ഞാൽ മതി. നേതാവാക്കിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. മിണ്ടായിരുന്നോ? ആരെങ്കിലും കേട്ടാ നിങ്ങളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. നിങ്ങളൊക്കെ കൂടിയല്ലേ നേതാവാക്കിയത്. എന്തിനു വിളിച്ചോണ്ടിരിക്കണേന്ന്? അവിടെ 16-ാം തീയതി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ. അതിലും ഞാൻ കുറെ നാളായിട്ട് ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഇരിക്കുമല്ലേ. അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? അപ്പോൾ എന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അയാളെ വിളിച്ചൊന്ന് പറയാം, ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ വിളിക്കുന്നേ. ഒന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ പാർട്ടിയിൽ, നിങ്ങളുടെ ഇവിടെയുള്ള ഗ്രൂപ്പില്? ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. നീ ഉദ്ദേശം എന്താണ്? നേതൃത്വം ഞങ്ങളുടെ ഇതിൽ 10-21 പേരുണ്ട്. അത്രയും പേരൊക്കെ ഉണ്ടോ നിങ്ങളുടെ പാർട്ടിയില്? അത്രയും പേരും. നീ തമാശ കളിക്കരുത്. എന്റെ ക്ലീറ്റോ, ഈ 21 പേരുടെ ഫോൺ അയാൾ എടുക്കണ്ടേ? അയാൾക്ക് പറ്റാത്തോണ്ട് എടുക്കാത്തതായിരിക്കും. പറ്റൂലെങ്കിൽ നേതാവാകരുത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെയാണോ ഞാൻ? ക്ലീറ്റോ പാർട്ടിക്ക് വേണ്ടി അങ്ങനെയല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തന്നെ എല്ലാരും പറയണത്. നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും അമ്പട ഞാനല്ലേ. എന്റെ ക്ലീറ്റോനെ എനിക്കറിയാൻ പാടില്ലേ? അതെ, നിങ്ങൾക്ക് തീരെ യുക്തി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരാളെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ക്ലീറ്റോക്ക് യുക്തിയേ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ത് ചെയ്യാൻ പോവാ? അയാളെ ഫോൺ എടുപ്പിക്കപ്പോ എന്താ ഒരു യുക്തി എന്നാണ് ഞാൻ നോക്കണേ. ഒരു യുക്തി ഞാൻ പറയട്ടെ? അയാളെ വീട്ടിൽ ചെന്ന് കാണും. അല്ല, അത് ഞാൻ കാണാതിരിക്കുക. ഇപ്പൊ ഒന്നുകൂടെ വിളിച്ചു നോക്കും. നോക്കിയിട്ട് എടുത്തില്ലെങ്കിൽ അടുത്ത പരിപാടി അത് തന്നെയാണ്. എപ്പോ പോവും? നാളെ രാവിലെ പോകണം. നാളെ എത്ര മണിക്ക് പോവും? രാവിലെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തണമെന്നുള്ളതാ. രാവിലെ കഴിക്കാൻ നിൽക്കുവോ? അതൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പറ, കഴിക്കാൻ നിൽക്കുവോ? അതെ, വീണ്ടും ഫോൺ എടുക്കണില്ല. ക്ലീറ്റോ, നാളെ രാവിലെ കഴിക്കാൻ നിൽക്കോന്ന്? ചിലപ്പോ ഞാൻ കഴിക്കും, ചിലപ്പോ കഴിച്ചില്ലായിരിക്കും. ഇപ്പൊ അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ അത്ര അത്യാവശ്യം? അല്ല, 3-6 ദോശ ഉണ്ടാക്കേണ്ടടുത്തേ ഞാൻ 10-21 ഉണ്ടാക്കണം. കഴിച്ചിട്ട് പോട്ടാ. അവിടെ നിൽക്കവിടെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പൊതുവെ മടിയന്മാരാ. ഇല്ല, ഞാൻ അവിടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞോളാം. ആയിക്കോട്ടെ, ശരി എന്നാ. സർക്കാർ ഉദ്യോഗസ്ഥ എന്താണ് ഇന്ന് വന്നില്ലേ ഡ്രൈവറെ കൊണ്ടുപോകാൻ? ഇല്ല, ഞാനൊരു ഇന്നോവ പറഞ്ഞിട്ടുണ്ട്, കാത്തുക. സൗകര്യമൊക്കെ കൂടിയോ? പിന്നെ ജോലിക്കൊന്നും പോകാൻ തീരെ താല്പര്യമല്ലേ അല്ലേ? വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഇഷ്ടമുള്ളപ്പോ പോവാ, ഇഷ്ടമുള്ളപ്പോ വരാം അല്ലേ? പിന്നെ മാത്രല്ല, ഞാൻ ജോലിക്ക് എന്നില്ലെങ്കിലും ആരും ചോദിക്കൂല. സ്വന്തം തറവാട് പോലെ ആയി. പിന്നെ നിനക്കൊരു മാറ്റം വരുത്തണ്ടേ? എന്തിനെ? ഇങ്ങനെ പോയാൽ മതിയാ? അല്ലളിയാ, സ്ഥിരമായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോ ഇങ്ങനെ മടുപ്പ് തോന്നും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇച്ചിരി ദൂരോട്ടൊക്കെ ഒന്ന് മാറി ജോലി ചെയ്താലേ നല്ലതായിരിക്കും. പിന്നെന്താ, അത് നല്ലതാ. അല്ല, ഈ കുന്നും മലയൊക്കെ ഉള്ള സ്ഥലത്തെ, കാടൊക്കെ ഉള്ള അങ്ങോട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്നെ സ്ഥലം മാറ്റാൻ? വേണമെങ്കിൽ ഞാൻ അങ്ങനെ മാറ്റി തരാം. എന്നാ ബത്തേരിക്ക് പിടി. അല്ല, കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങളുണ്ട്. ബന്തെടുക്ക, ബദിയെടുക്ക. അങ്ങോട്ട് അത് വേണ്ട. കാസർഗോഡ് എനിക്ക് താല്പര്യമില്ല. വയനാട് മതി. വയനാട് മതിയാ? എന്നാ പിന്നെ വയനാട് ഞാൻ കുറച്ച് ഉള്ളിലോട്ട് റെഡിയാക്കി തരാം. സത്യമംഗലം. നല്ലതാ. വീരപ്പനൊക്കെ കിടന്ന് കളിച്ച കാടാ. പിന്നെ നല്ല ക്ലൈമറ്റാ. ക്ലൈമറ്റ് മാത്രമല്ല, അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലേ? ബുദ്ധിമുട്ടും. അതെ അതെ. നീ റെഡിയായിരുന്നോ? എന്റെ പൊന്നളിയാ, നീ വെറുതെ നിന്ന് ഗുണ്ടടിക്കാൻ നിൽക്കാ. നീ നിന്റെ പാട്ടിന് പോ. നീ ആരെ പറ്റിക്കാൻ ഈ നേരം വിളിച്ചാൽ തന്നെ പള്ളിയും പള്ളിയിട്ട് ഇറങ്ങിയിരിക്കണത്? ഞാൻ ആരെ പറ്റിക്കാനാണ് പോണെന്നുള്ളതേ
കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം. രണ്ട് ഈ ക്ലീറ്റോ ഉണ്ടല്ലോ, വളരെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പാർട്ടിയുടെ ജില്ലാ മെമ്പർ. അയ്യോ, പിന്നെ എൻ്റെ ഒരു വിളി മതി, ആരെവിടെ ജോലി ചെയ്യണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം കേട്ടാ. നിന്നെ ഇവിടെ ബ്രാഞ്ചിലായിട്ടേ സഹിക്കാൻ വയ്യ, നീ ജില്ലയിൽ കൂടെ എത്തിപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്? ഞങ്ങളുടെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടും എന്നിട്ടുണ്ടല്ലോ ക്ലീറ്റോ നിനക്ക് കാണിച്ചു തരൂടാ പൊന്നളിയാ. നീ കാണിക്ക് റെഡിയാ ഇരുന്നോ നീ? ഒരു പോങ്ങൻ. എന്റെ നകളിപ്പിനുള്ള പണി എൻ്റെ കയ്യിലുണ്ടാ, കാണിച്ചു തരാം ഞാൻ. അവൻ്റെ ഒരു പീക്കിലി പാർട്ടി, എന്ത് പറഞ്ഞാലും പാർട്ടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞറിയോ? നിന്നെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റുന്നു, എന്നെ മുഖം കയറ്റും. എന്ത് പാർട്ടി? ഇതൊക്കെ വയറ്റിപ്പഴപ്പിന് നടക്കുകയല്ലേ അല്ല പാർട്ടി. എടാ വയറ്റിപ്പഴപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 10 രൂപ ഈ കുടുംബത്തിന് കൊണ്ടുവരാനെ കൊണ്ട് പറ്റണ്ട. അതുമില്ല. എടാ ഇവന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ കയറ്റാത്തവന്മാരെ കൂടി ഉള്ള ഒരു ആൾക്കൂട്ടമാണ്, അല്ലാതെ അന്തസ്സുള്ളവരൊന്നും ആ പാർട്ടിയിലില്ല. ഇല്ലേ? ഇപ്പൊ അവന്റെ പരിപാടി എന്താ അറിയോ? ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റിയിലാണല്ലോ. ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലായിട്ട് അവനെ സഹിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് അവൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയാ? ക്ലീറ്റസ് അവൻ അതിനുള്ള കോപ്പൊന്നുമില്ല. അതിനുള്ള കോപ്പില്ലാതെ അവന് തോന്നണ്ടേ? വെറുതെ പറയണേന്ന്. അവനാരാ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കണ? ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ നടക്കണ അവന്. അത്രയും കൊള്ളരായിയാണ് ഇവൻ ഉണ്ടാക്കി വെക്കണ. ഇനിയിപ്പോ ഇവൻ ബ്രാഞ്ച് കമ്മിറ്റിയിലായിട്ടോ ഇങ്ങനെ, ഇനി എങ്ങാനും ഇവൻ ജില്ലാ കമ്മിറ്റിയിൽ എങ്ങാനും പെട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്റെ അവസ്ഥ, ഞാൻ ആ കുടുംബത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോവായിരിക്കും നല്ലത്. അതിലോട്ടൊന്നും അവനെ എടുക്കൂലെന്നേ, അതൊന്നും നീ പേടിക്കണ്ട. അല്ല, എന്തെങ്കിലും മാർഗം ഉണ്ട് വെച്ചാൽ അവൻ അതിലേക്ക് കയറ്റാതിരിക്കാനുള്ള ഒരു ഏർപ്പാട് നോക്കണം. അതിന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടോ എന്താ ചെയ്യാൻ പറ്റുമെങ്കിലും. അങ്ങനെ കാര്യമുണ്ട്, ഒരു സാധ്യത ഉണ്ടായിനി. അതെന്താ? ഷാഹിദയുടെ മാമയുടെ ഒരു വകയിലെ ബന്ധുണ്ട്, ഹാരിസ് ഇല്ലേ എന്റെ വൈഫ്, ഷാഹിദയുടെ മാമയുടെ ഒരു ബന്ധുണ്ട് ഹാരിസ്. അവൻ ഇവന്റെ ഈ നൂലാമാല പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അത് ശരി. ഇവൻ ഇതുപോലെ തന്നെ മുതലാണ്. ഒരു പണിക്കും പോകൂല, കുടുംബത്തിനും കൊള്ളൂല. ആകെ 2 കതറും മുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അവനോട് പറഞ്ഞാൽ നമുക്ക് ഇവനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ല ചവിട്ടി കൂട്ടിയിട്ട് വേണേ ബ്രാഞ്ചിൽ നിന്ന് ഒഴിവാക്കിക്കാം. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ചേരുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും. ഞാൻ അവനെ കാണുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കനകന്റെ അളിയനാണ് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞാൽ അവന് ഇവനെ കുറിച്ച് ഒരു മണവും ഗുണവുമില്ല. ഗ്രൂപ്പും വേറെയാണ്. അത് ശരി. അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞ് ഇവനെ നമുക്ക് ഇല്ലാണ്ടാക്കി ഞാൻ തരാം, അത് ഉറപ്പാണ്. എന്നാ അത് ഉറപ്പായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ രക്ഷ ഉണ്ടാവില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇല്ല, അത് പേടിക്കണ്ടെന്ന്, അത് നമുക്ക് തടയാം. അത് ആരിസിനെ നമുക്കൊന്ന് പോയി കണ്ട് പറഞ്ഞാൽ മതി. എന്നോട് വലിയ കാര്യമാണ്, അളിയൻ പറഞ്ഞവൻ തട്ടൂല. അപ്പൊ നീ ഉറപ്പായിട്ട് ചെയ്യണേ. അത് ഞാൻ ചെയ്യാടാ, ഞാൻ പറഞ്ഞവൻ തട്ടൂലെന്നേ. പിന്നെ ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് ഘടിപ്പിക്കാൻ തരണ്ടി. എന്നെ നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കാണ് ഓരോരുത്തന്മാരിവിടെ. രാവിലെ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യും? എനിക്ക് വട്ടാടി, എനിക്ക് വട്ട്, എന്നെ വട്ടനാക്കിക്കൊണ്ടിരിക്കുക ഓരോരുത്തന്മാര്. എന്താ മുത്തേ? അതെ, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞേക്കുക ഞാൻ ഈ ജില്ലാ നേതൃസ്ഥാനത്ത് മത്സരിക്കേണ്ട, മാറണമെന്ന്. സത്യം? നന്നായി. തങ്കം വെറുതെ പറഞ്ഞത് ഞാൻ. എന്താ ഇപ്പൊ പാർട്ടി അതിനകത്ത് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ? അതിപ്പോ വലിയ ആനക്കാര്യം വല്ലതും ആണോ? എനിക്ക് ആനക്കാര്യം, പാർട്ടി സ്ഥാനങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ക്ലീറ്റോ, ഇതിപ്പോ അടുത്ത വർഷമാണെങ്കിൽ ആ മത്സരിക്കാൻ പാടില്ലേ? പാർട്ടി അവിടെ നിന്ന് ആരും എടുത്തിട്ടൊന്നും പോകില്ല. വർഷാവർഷം നിന്റെ തന്തല്ലേ അവിടെ തെരഞ്ഞെടുപ്പ് പറയരുത്. വർഷങ്ങൾക്ക് ഇനി എടുത്തൊരു തെരഞ്ഞെടുപ്പ് പറഞ്ഞത്. എന്നെ നശിപ്പിക്കാനായിട്ട് അവൻ മെനക്കെട്ടിറങ്ങിയിരിക്കുകയാണ്. ആര്? നിന്റെ ആങ്ങള. അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അവൻ രാവിലെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഇത്ര അങ്ങ് ചെയ്യും. അപ്പൊ അവന്റെ വായിലിട്ട് ഇളക്കാൻ പോയിട്ടില്ല, വല്ല കാര്യം ഉണ്ടായോ? ഞാൻ എന്തിളക്കി? ലോകം മുഴുവൻ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കും ക്ലീറ്റോ. ഇത് അവനൊന്നും ആയിരിക്കില്ല. അവൻ തന്നെ ചെയ്തു, അവൻ തന്നെ. നിനക്ക് അവനെ പറയുമ്പോ ഗുരുവാണല്ലോ. എന്റെ ക്ലീറ്റോ, ഇത് എന്താ ഇങ്ങനെ കിടന്ന് കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്നത്? ഞാൻ കൊച്ചാ, എനിക്ക് വട്ടാണ്. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവനെ ഞാൻ ഇന്ന് കൊല്ലും. നിനക്ക് കെട്ടിയവരില്ലാതെ നീ കൂട്ടിക്കോ, ഞാൻ അവനെ കൊന്ന് ജയിലിൽ പോവാൻ പോവാ. അമ്മ, അമ്മ ഇന്ന് രണ്ടിലൊന്നറിയണം. പുന്നാര മോനുണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടൂല.
എന്തറിഞ്ഞു പൊന്നമ്മ ക്ലീറ്റോന്റെ എന്താ പാർട്ടിയിലെ ജോലി കളഞ്ഞു ജോലിയല്ലടി പുല്ലോ, എന്റെ പാർട്ടിയിലെ സ്ഥാനമാണ് മാമ ഇല്ലാതാക്കി കളഞ്ഞ. അവൻ എങ്ങനെയാ നിന്റെ സ്ഥാനം കളയുന്നത്? അവൻ എന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ വിളിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞു കൊടുത്തു. ക്ലീറ്റോ അവനാണോന്ന് അറിയില്ലല്ലോ. അവൻ തന്നെ അവനെ ഇത് ചെയ്യൂ. അവൻ കാലത്ത് എന്നോട് പറഞ്ഞതാ, കാണിച്ചു തരാം. നീ ഒന്ന് സമാധാനപ്പെടും. എങ്ങനെ ഞാൻ സമാധാനിക്കും? എങ്ങനെ സമാധാനിക്കും? ക്ലീറ്റോ എനിക്ക് ഭ്രാന്താണടി, എനിക്ക് ഭ്രാന്താ. നിങ്ങൾക്കൊന്നും എന്റെ അവസ്ഥ അറിയില്ല. അവനുണ്ടല്ലോ, ഇന്ന് രണ്ടിലൊന്നും എനിക്കറിയണം. ഒന്നിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ. അവൻ വരട്ടെ, ഒന്ന് ചോദിക്കാൻ. അവൻ വരുമ്പോ ഞാൻ ചോദിച്ചോളാം. എനിക്കറിയാൻ ചോദിക്കാം. എന്താണ് നിന്റെ ഉദ്ദേശം? ഇവിടെ പാസിലെ എന്നാലും നീയൊക്കെ കൂടെ ചേർന്ന് ഇത് ചെയ്തു കളഞ്ഞല്ലോടാ. എന്താണ് എന്താണ് നിനക്കൊന്നും അറിയില്ലല്ലോടാ. എന്താണെന്ന് ഒന്നും അറിയില്ല നിനക്ക്. നിനക്കെന്താ പ്രാന്ത? പോടാ പോടാ. പോടാ. ഇതാണ് കാണുക ഈ പേ പിടിച്ചോന്റെ വായിരിക്കണ കാരണം. ഒന്നും അറിയില്ല അളിയാ. എനിക്ക് സന്തോഷമായി, സന്തോഷമായി. ഇങ്ങനെ തന്നെ ചെയ്യണോടാ നീ. എന്താണ് പ്രശ്നം എന്ന് പറ. എടാ, നീ അവന്റെ സ്ഥാനം കളഞ്ഞ എന്ത് സ്ഥാനം? പാർട്ടിയിലെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. രാവിലെ പറഞ്ഞപ്പോ ചെയ്തു കളയുന്നു ഞാൻ വിചാരിച്ചു. നീ എന്താണെന്ന് വാ തുറന്ന് പറയടാ, എനിക്ക് മനസ്സിലാവണ്ടേ. പാർട്ടിയിലെ ജോലി കളഞ്ഞോ? ജോലി പുല്ലേ, ജോലിയാ? നീ എന്തിനാടാ മേളിൽ വിളിച്ച് പറഞ്ഞ എന്നെ പറ്റി അതും പറഞ്ഞ? എവിടെ വെള്ളം വിളിച്ചു പറഞ്ഞു? പാർട്ടിയിൽ ഞാൻ മത്സരിക്കണ്ടെന്ന് അവര് പറഞ്ഞേക്കാ. എടാ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്താ സംഭവിച്ചത്. ഒന്നും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ എന്തിനാ ഇടപെടാൻ പോണത്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാന്ന്. അറിഞ്ഞൂടാ നിനക്ക്. നിന്റെ ഈ കണ്ണുണ്ടല്ലോ, നിന്റെ കണ്ണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ ഒരു നിശബ്ദ കൊലയാളിയാണെന്ന്. ഓട്ടം തോന്നിട്ട ചെന്നായി ഞാനുണ്ടല്ലോ. ഇവനൊരു സൈലന്റ് കില്ലറാ, സൈലന്റ് കില്ലർ. നീ വല്ല പുസ്തകം വായിച്ചോടാ? ഇത് പുസ്തകം വായിച്ച പ്രാന്തായതാണമ്മാ. തോപ്പിച്ച് കളഞ്ഞല്ലോടാ കനക നീ എന്നെ. പറഞ്ഞതുപോലെ ചെയ്തല്ലോ. പക്ഷെ ക്ലീറ്റോ തോറ്റു തരുമെന്ന് നീ വിചാരിക്കണ്ട. കാര്യം എന്താണെന്ന് പറഞ്ഞു എന്നോട്. ഇനിയും ഞാൻ കാര്യം പറഞ്ഞു തരണോടാ നിനക്ക്. ഇനി എന്താ പറയാ? ക്ലീറ്റോയ്ക്ക് ഇനി ഒന്നും വേണ്ട. നീയേ എന്റെ മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇല്ല, ഈ വീട്ടിൽ ഇനി ആരെങ്കിലും ഒരാൾ മതി. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. അങ്ങനെ എന്നെ നശിപ്പിച്ചിട്ട് അവൻ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ. ഇവൻ എന്താ പ്രാന്താണോ? എനിക്ക് പ്രാന്താണ്. ഒന്നുമില്ല അമ്മ. അപ്പൊ അവൻ എവിടെ ചാവാൻ പോയതല്ലേ? അവൻ ചാവാൻ പോയതല്ലേ? ചാവണമെങ്കിൽ നല്ല ചങ്കുറപ്പ് വേണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നവന് ചാവാനും പറ്റൂല. അതിനുള്ള യോഗ്യതയില്ല.